മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിൽ ഖേദം പ്രകടിപ്പിച്ച ദ ഹിന്ദു. മുഖ്യമന്ത്രിയുടെ ഉത്തരം PR ഏജൻസി എഴുതി നൽകിയെന്നാണ് ഹിന്ദുവിന്റെ വിശദീകരണം. മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതിനാൽ ഖേദിക്കുന്നു എന്ന് വിശദീകരണത്തിൽ പറയുന്നു. ആദിൽ പാലോട്, R ശ്രീജിത്ത് എന്നിവരാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദിൽ പാലോടിലേക്കാണ്. ആദിൽ, മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഹിന്ദു ഖേദം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അതൊരു PR ഏജൻസിയാണ് ഈ ഉത്തരം എഴുതി നൽകിയതെന്ന് പറയപ്പെടുന്നു. അത് മാത്രമല്ല, ഈ PR ഏജൻസിക്ക് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ PR ഏജൻസിയുടെ 2 പ്രതിനിധികളുണ്ട് എന്നും ഈ ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ദില്ലിയിലെ കൈസന്റെ ഓഫീസിന് മുന്നിലാണ്. ഈ കൈസനാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിവാദത്തിൽ പെട്ടിട്ടുള്ള PR ഏജൻസി. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. PR ഏജൻസി പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ഇത്. നേരത്തെ നമ്മൾ PR ഏജൻസിയിലേക്ക് ഫോൺ ചെയ്ത് അന്വേഷിച്ചിരുന്നു. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ കേരള സർക്കാരുമായോ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം കൈസന് ഉണ്ടോ എന്നായിരുന്നു ചോദ്യം. ആ ബന്ധം ഉണ്ട് എന്ന മറുപടിയാണ് കൈസന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു പ്രതികരണത്തിനോ മറ്റു വിവരങ്ങൾ നൽകാനോ താല്പര്യമില്ല എന്നതാണ് ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അഭിമുഖം വന്നത് എങ്ങനെ എന്നുള്ളതാണ്. വലിയ വിവാദമാവുകയും 2 ദിവസത്തോളം ഈ വിഷയം വീണ്ടും വലിയ തോതിൽ ചർച്ചയാവുകയും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദ ഹിന്ദുവിനോട് ഇത് ആവശ്യപ്പെടുന്നത്. ഈ ലേഖനം അല്ലെങ്കിൽ അഭിമുഖം ഇങ്ങനെയല്ല, ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, തിരുത്തണം എന്നാവശ്യപ്പെടുന്നു. അങ്ങനെ മുഖ്യമന്ത്രി കൃത്യമായി അതിലൊരു സ്റ്റാൻഡ് എടുക്കുന്നതിന് പിന്നാലെ തൊട്ടു പിന്നാലെ ദ ഹിന്ദു പത്രം ആ അഭിമുഖം സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം കൂടി നൽകുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന കൈസൻ ദില്ലി ആസ്ഥാനമായി പലയിടങ്ങളിൽ, രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു PR ഏജൻസിയാണ്. ഹൈദരാബാദ്, മുംബൈ അടക്കമുള്ള നഗരങ്ങളിൽ ഇതിന് ബ്രാഞ്ചുകൾ ഉണ്ട്. ഈ കൈസൻ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള അഭിമുഖങ്ങൾ തരപ്പെടുത്തുക, മറ്റ് PR ജോലികൾ ചെയ്യുക എന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. ഈ ഏജൻസിയാണ് മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖം എടുക്കണം എന്ന് ദ ഹിന്ദുവിനോട് സമീപിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തത്. അതിന് പിന്നാലെ അഭിമുഖത്തിനായി സെപ്റ്റംബർ 29, കഴിഞ്ഞ മാസം 29-ാം തീയതി രാവിലെ 9 മണിക്ക് കേരള ഹൗസിൽ മുഖ്യമന്ത്രി PB യോഗത്തിനായി ഡൽഹിയിലുള്ളപ്പോൾ കേരള ഹൗസിൽ എത്തി അഭിമുഖം നടത്തുമ്പോൾ ഈ ദ ഹിന്ദുവിന്റെ പ്രതിനിധിക്കൊപ്പം അഭിമുഖം നടത്തുന്ന പ്രതിനിധിക്കൊപ്പം 2 കൈസന്റെ പ്രതിനിധികൾ കൂടി ഉണ്ടായിരുന്നു എന്നതാണ് ഹിന്ദുവിന്റെ വിശദീകരണ കുറിപ്പിൽ പറയുന്നത്. അങ്ങനെ 2 പേർ കൂടി ഉണ്ടായിരുന്നു. ആ 2 പേർ ആണ് പിന്നീട് ഇങ്ങനെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഈ മലപ്പുറം സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങൾ കൂടുതലായി ഈ അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കണമെന്നും പലതരത്തിലും പല സമയത്തും വാർത്താ സമ്മേളനത്തിലടക്കം മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും വ്യക്തമാക്കുകയും ചെയ്തത്. പിന്നാലെ ഈ കൈസന്റെ നിർദ്ദേശപ്രകാരം ഈ അഭിമുഖം എടുക്കണമെന്ന് അറിയിച്ച കൈസന്റെ തന്നെ നിർദ്ദേശപ്രകാരം ഈ അഭിമുഖത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന പ്രതിനിധികളെ അയച്ച കൈസന്റെ തന്നെ നിർദ്ദേശപ്രകാരം അഭിമുഖത്തിൽ ദ ഹിന്ദു പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ ഈ വിവാദ പരാമർശങ്ങൾ, മലപ്പുറത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. പക്ഷേ പിന്നീട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് കൈസൻ ഈ